ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. വീണ്ടും അഖിലാണ്ടേശ്വരിയുടെ പാരമ്പര്യത്തിനും പ്രൗഢിക്കും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വിലാസിനി. പക്ഷേ അവിടെ കല്യാണി അഖിലയുടെ രക്ഷകയായി എത്തുകയാണ്. സഹായം ചോദിച്ചു വന്ന അച്ഛനും മകളും കല്യാണക്കുറിയുമായി തൃച്ചംബരത്ത് എത്തുമ്പോൾ വിലാസിനിയാണ് അവരെ കാണുന്നത്. അഖിലാണ്ടേശ്വരിക്ക് കൊടുക്കാനുള്ള കല്യാണക്കുറി വിലാസിനി വാങ്ങുകയാണ്. പക്ഷേ അത് വിലാസിനി അഖിലയെ ഏൽപ്പിക്കുന്നില്ല. അത് അവിടെ വെച്ച് കീറിക്കളയുകയാണ് വിലാസിനി ചെയ്യുന്നത്. പക്ഷേ ഈ ദൃശ്യം കല്യാണി കാണുന്നുണ്ട്. പിന്നീട് കല്യാണി വേണ്ടതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചത് പ്രകാരം അഖിലാണ്ടേശ്വരി കല്യാണ ഹാളിലേക്ക് എത്തുകയാണ്. കൂടെ ശിവരാമകൃഷ്ണനും ഉണ്ട്. പൊന്നും പണവും അടങ്ങുന്ന ബാഗ് അഖില പെണ്ണിന്റെ അച്ഛന് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് ഞാൻ വിവാഹത്തിന് തരാമെന്നേറ്റ പൊന്നും പണവുമാണ്. കുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, അയ്യോ മാഡം, എന്തൊക്കെയാണ് ഈ പറയുന്നത്? പൊന്നും പണവും ഒക്കെ നമുക്ക് നേരത്തെ കിട്ടിയല്ലോ. കിട്ടിയോ എന്ന് അതിശയത്തോടെ ചോദിക്കുകയാണ് അഖിലാണ്ടേശ്വരി. പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, പൊന്നും പണവും ഒക്കെ മാഡത്തിന്റെ മൂത്ത മരുമകൾ നേരത്തെ കൊണ്ടുവന്ന് തന്നു. അന്നേരം അവിടെ കല്യാണത്തിനുള്ള വാദ്യഘോഷങ്ങളൊക്കെ ഉയരുകയാണ്. പക്ഷേ പെട്ടെന്ന് അഖിലാണ്ടേശ്വരിയുടെ മുഖം മാറുകയാണ്. കല്യാണി ചെയ്ത ഈ പ്രവൃത്തി അഖിലാണ്ടേശ്വരി തന്റെ അഭിമാനത്തിനേറ്റ ഒരു ക്ഷതമായിട്ടാണ് കാണുന്നത്. ഈ ദേഷ്യം കല്യാണി വിജയിച്ചു വരുമ്പോൾ അഖിലാണ്ടേശ്വരി കാണിക്കുകയാണ്. 2500 കോടി രൂപയുടെ ഗുഡ്വിൽ ഇന്റർനാഷണൽ കമ്പനിയുടെ പ്രോജക്റ്റ് സൈൻ ചെയ്തു വരുന്ന കല്യാണിയുടെ നേർക്ക് അഖില കോപാകുലയാകുകയാണ്. ധിക്കാരം കാണിക്കുന്നതിന് ഒരു അതിരൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് അഖിലാണ്ടേശ്വരി കല്യാണിയോട് കയർക്കുകയാണ്. പക്ഷേ കല്യാണി കാര്യം മനസ്സിലാകാതെ നിൽക്കുകയാണ്. ഇത്രയുമാണ് പ്രൊമോ. ഓക്കെ, താങ്ക് യു.